ഞാൻ നിങ്ങൾക്കൊരു ഫോട്ടോയും ഒരു വീഡിയോയും കാണിച്ചു തരാൻ പോവുകയാണ്. വളരെ ദുഃഖകരമായിട്ടുള്ളൊരു ഫോട്ടോയും വീഡിയോയാണ്. അതിനുശേഷം എനിക്ക് പറയാനുള്ളത് പറയാം. ആദ്യം ഇത് കണ്ടിട്ട് വരൂ. ഈയിടെ നമ്മൾ വിട്ടുപോയ നടൻ സലീം കുമാറിന്റെ സംസ്കാര ചടങ്ങിൽ വെച്ച് സലീം കുമാറിന്റെ മൂത്ത മകൻ ചന്തു ഓൺലൈൻ മീഡിയ അവരോട് അലറുന്ന, അവരോട് ദേഷ്യപ്പെടുന്ന വീഡിയോ ആണിത്. ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. പക്ഷെ അതിനേക്കാളുപരി സങ്കടവും ഒരു ഡിസ്കസ്റ്റഡ് ഫീലിങ്ങും അമർഷവും ചളിപ്പും ചമ്പലും ഒക്കെ വന്നത് ഈ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് അതിന് ഇതേ ഓൺലൈൻ മീഡിയ കൊടുക്കുന്ന ക്യാപ്ഷൻ കണ്ടിട്ടാണ്. ചെക്കൻ്റെ അഹങ്കാരം കണ്ടോ, സലീം കുമാറിന്റെ മകൻ മീഡിയകളോട് മീഡിയ അത്രയും മതി, മീഡിയകളോട് ചെയ്തത് കണ്ടോ, അങ്ങനൊക്കെ പറഞ്ഞെങ്കിലായിട്ട് ആ പയ്യൻ എന്തോ അപരാധം ചെയ്തതുപോലെ അവർക്കറിയാതെ അപരാധമല്ലെന്ന് ക്ലിക്ക് ബെയ്റ്റിന് നമ്മൾ ക്ലിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി വിടുന്ന സംഗതികൾ. ഇത് കണ്ടപ്പോഴാണ് എനിക്ക് തോന്നിയത്, ലൈക്ക് ഹൗ ഡിസ്കസ്റ്റിംഗ് മീഡിയ കുഡ് ബി ഇൻ കേരള ഓർ കേരളൈറ്റ്സ് കുഡ് ബി, നോട്ട് കംപ്ലീറ്റ്ലി മെജോറിറ്റി ഓഫ് കേരളൈറ്റ്സ്. താരാരാധന സ്വാഭാവികമാണ്. കേരളത്തിലാവട്ടെ, തമിഴ്നാട്ടിലാവട്ടെ, ഇന്ത്യ മൊത്തമാവട്ടെ, വെസ്റ്റിലാകട്ടെ. ഫോർ എക്സാമ്പിൾ, ട്വൈലൈറ്റ് സീരീസ് ഇറങ്ങിയപ്പോൾ അതിലെ നായകനായ വാമ്പയർ കഥാപാത്രത്തെ അവതരിപ്പിച്ച റോബർട്ട് പറ്റിൻസൺ, പുള്ളി എവിടെ പോകുമ്പോഴും there were a lot of girls screaming, very educated, very stylish girls screaming after him. കാരണം അവരുടെ ഹാർട്ട് ത്രോബ് ആയിരുന്നു റോബർട്ട് പറ്റിൻസൺ. നമ്മൾ തമിഴന്മാരെ കുറ്റം പറയും, പക്ഷേ തമിഴന്മാർ കുഷ്ബുവിന് അമ്പലം പണിതു, സിൽക്ക് കടിച്ച ആപ്പിളിൽ ലേലം ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ നമ്മളിപ്പോൾ ഓൺലൈൻ എടുത്തു കഴിഞ്ഞാൽ, ഫേസ്ബുക്ക് എടുത്തു കഴിഞ്ഞാൽ, നമ്മൾ കാണുന്ന സംഗതികൾ കണ്ടു കഴിഞ്ഞാൽ, സിനിമാക്കാരെ കുറിച്ച് എഴുതി വിടുന്ന, പറഞ്ഞു വിടുന്ന വീരസ്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. സോഷ്യൽ മീഡിയ ഇല്ലാതിരുന്ന കാലത്ത്, മനുഷ്യന്മാർക്ക് വിവരമില്ലാതിരുന്ന കാലത്ത് തമിഴന്മാർ എന്ത് ചെയ്തോ അതിൻ്റെ 10 ഇരട്ടിയാണ് ഇന്ന് സോഷ്യൽ മീഡിയ വന്ന്, ഓവർ എക്സ്പോഷർ വന്ന് ലോകം ചുരുങ്ങിയ കാലത്ത് മലയാളികൾ ചെയ്യുന്നത്. അതിൻ്റെ ഏറ്റവും വൃത്തികെട്ട ഒരു ഉദാഹരണമാണ് ഓൺലൈൻ മീഡിയ. മാത്രമല്ല, സലീം കുമാറിനോട് ഇഷ്ടമുള്ളത് കൊണ്ടല്ല, അവിടെ വരുന്ന മറ്റ് സിനിമാക്കാരെ നേരിൽ കാണാം, അവരുമായിട്ടൊരു സെൽഫി എടുക്കാം, അല്ലെങ്കിൽ അവരുടെ ഒരു ഫോട്ടോ എടുക്കാം എന്ന് വിചാരിച്ചിട്ട് അവിടെ തടിച്ചു കൂടുന്ന അഭ്യസ്ത വിദ്യരായ പ്രബുദ്ധരെന്ന് സ്വയം ഉദ്ഘോഷിക്കുന്ന മലയാളി കൂട്ടം. ഹൗ pathetic it is, ഒരാളുടെ സംസ്കാര ചടങ്ങിൽ. ഇതിന് കുറച്ചു കാലം മുമ്പ് മനോജ് കെ ജയനും ഇതുപോലെ ഓൺലൈൻ മീഡിയകളോടോ അല്ലെങ്കിൽ അവിടെ വന്ന് സെൽഫി എടുക്കുന്നവരോടോ സിദ്ദിഖ് ചൂടാവുന്നതോ അങ്ങനെ രംഗങ്ങൾ നമ്മൾ കണ്ടിരുന്നു. അച്ഛൻ്റെ മരണം പറഞ്ഞിട്ട് തടിച്ചു കൂടിയവർ ചെയ്യുന്ന കാര്യങ്ങളാണ്. എവിടെ പോയി കഴിഞ്ഞാലും മലയാളികൾക്ക് നേരത്തെ പറഞ്ഞതുപോലെ താരാരാധന, ഇറ്റ്സ് വെരി നോർമൽ. പ്രത്യേകിച്ച് മലയാളികൾക്ക് ഒരു സിനിമാ നടനെ കണ്ടു കഴിഞ്ഞാൽ, നടിയോ കണ്ടു കഴിഞ്ഞാൽ അവരുടെ ശബ്ദമിടറും തൊണ്ടവരളും മുഖം മമ്മൂട്ടി പണ്ട് സിനിമയിൽ കാമം അഭിനയിച്ചതുപോലെ വലിഞ്ഞു മുറുകും. ഇതൊക്കെ സ്വാഭാവികമായിട്ട് പലർക്കും, എനിക്കും ഒക്കെ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് നമ്മൾ ചിന്തിക്കാൻ പറ്റണമല്ലോ. എനിക്ക് പരിചയമുള്ളവർ, എൻ്റെ കൂട്ടുകാരോ പരിചയമുള്ളവരോ സിനിമാ നടന്മാരുമായിട്ടുള്ള സെൽഫി ഇടുമ്പോൾ I don't find anything wrong in it, everybody does that. പക്ഷെ എനിക്കതിലൊരു റോങ് അടിക്കുക അവരുടെ മുഖഭാവം കാണുമ്പോഴാണ്. എന്തോ വലിയ കാര്യം സാധിച്ചതുപോലെ, ആഹ്ലാദത്തിനേക്കാൾ ഉപരി ഓ മൈ ഗോഡ്, ഞാൻ ഈ നടന്റെ അല്ലെങ്കിൽ ഈ നടിയുടെ മുന്നിൽ നിന്നതുകൊണ്ട് ഞാൻ എന്തോ സ്പെഷ്യലായി, എനിക്കില്ലാത്ത എന്തെല്ലാമോ കാര്യങ്ങൾ, എൻ്റെ കുറവുകളൊക്കെ നികത്തപ്പെട്ടു. I don't know what it is. അങ്ങനെ ചെയ്യുന്ന മലയാളികളുള്ളിടത്ത് ഇതിന് കൂടുതൽ പറയാനൊന്നുമില്ല. പക്ഷെ ഞാനിത് പറഞ്ഞത് ഇത് മറ്റൊരു ക്ലിക്ക് ബൈറ്റ് ആക്കാനൊന്നുമല്ല. എനിക്ക് ഭയങ്കര തൊലിയിലിഞ്ഞു പോകുന്നത് പോലെ തോന്നിയിട്ടാണ്. ഒരു പ്രശസ്തനായ സയന്റിസ്റ്റ് മരിച്ചാലോ, ജനങ്ങൾക്ക് മുഴുവൻ ഉപകാരം ചെയ്ത ഒരു വ്യക്തി മരിച്ചാലോ, ധാരാളം കുഞ്ഞുങ്ങളെ കൈപിടിച്ച് മുന്നോട്ട് നടത്തിയ എല്ലാവർക്കും പ്രിയങ്കരനോ പ്രിയങ്കരിയോ ആയ ഒരു ടീച്ചർ മരിച്ചാലോ, അങ്ങനെ സമൂഹത്തിന് വിലപ്പെട്ട സംഭാവനകൾ നൽകിയ ആരെങ്കിലും മരിച്ചാലോ, നമ്മൾ ആരും ഇത് ചെയ്യില്ല. നമ്മൾക്ക് മലയാളികൾക്ക് 2 കൂട്ടരെയാണ് ബഹുമാനിക്കാൻ ഇഷ്ടം. ഒന്ന് സിനിമാക്കാർ, 2 രാഷ്ട്രീയക്കാർ. ബട്ട് ടു ബി ഓണസ്റ്റ്, വിത്ത് ഓൾ ദ റെസ്പെക്ട് ടു സലീം കുമാർ എന്ന് പറയുമ്പോൾ ഒരു കോമഡി നടൻ എന്നതിനേക്കാൾ ഉപരി നിലപാടുകളുള്ള കോമഡിയെ അതിനേക്കാളും ഉയർന്ന തലത്തിൽ എത്തിച്ചൊരു നടനാണ്. മലയാളത്തിലെ മഹാനടന്മാരെ പേരെടുത്തു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം 3 പേരാണ് എൻ്റെ മനസ്സിൽ തോന്നിയിട്ടുള്ളത്. 1 സലീം കുമാർ, 2 കൊച്ചിൻ ഹനീഫ, 3 തിലകൻ. തങ്ങൾക്ക് കിട്ടുന്ന റോളുകൾ ആ റോൾ ആവശ്യപ്പെടുന്നതിനേക്കാൾ ഗംഭീരമാക്കുന്ന ആളുകളായിരുന്നു ഇവരെല്ലാവരും. ഇവരോട് നമുക്ക് ബഹുമാനവും ഉണ്ട്, ഇഷ്ടവും ഉണ്ട്. അവരുടെ സിനിമകൾ, ഫോർ എക്സാമ്പിൾ, പുലിവാൽ കല്യാണം ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് കോമഡി മൂവീസ് എവർ മെയ്ഡ് ഇൻ ഇന്ത്യ. അതിലെ അച്ഛനാണ് പോലും അച്ഛൻ, അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പ്രാവശ്യം ഞാൻ ആ സിനിമ കണ്ടെന്ന് എനിക്ക് തന്നെ അറിയില്ല. ഒരു 10-60-70 പ്രാവശ്യം കണ്ടിട്ടുണ്ടാവും. ഞാൻ മാത്രമല്ല, നിങ്ങൾ മലയാളികൾ ഒട്ടുമിക്ക ആളുകളും. പക്ഷെ
എന്ന് വെച്ചിട്ട് നമ്മളുടെ ഔചിത്യ ബോധം നമ്മൾക്കൂടെ നഷ്ടപ്പെടാൻ പാടില്ലല്ലോ. രണ്ടാമത്തെ സംഗതിയാണ് രാഷ്ട്രീയക്കാര്. ഇത് സിനിമാക്കാരെ മാത്രമല്ല, അവിടേക്ക് വി ഡി സതീശൻ വന്നപ്പോൾ സതീശന്റെ തോളിൽ മാല ഇടാനായിട്ട്, ഷോൾ ഇടാനായിട്ടുണ്ട് ഒരാൾ വന്നേക്കുന്നത്. ഇവനൊക്കെ എവിടെ നിന്ന് വന്ന ആളുകളാണ്? ഇത് കോൺഗ്രസ്സുകാരെ വിമർശനമല്ല കേട്ടോ. കോൺഗ്രസ് ആയാലും കമ്മി ആയാലും സംഖ്യ ആയി കഴിഞ്ഞാലും അവസരം അറിയാതെ പെരുമാറുന്ന ആൾക്കാർ. ദെൻ ഇത് ഡിമാൻഡ് ചെയ്യുന്ന രാഷ്ട്രീയക്കാരുണ്ട്. സുരേഷ് ഗോപിയുടെ കാൽച്ചുവട്ടിൽ നിന്ന് എന്താണ് എടുത്തു മാറ്റുന്നത് അറിയില്ല. ഇനി എന്തെങ്കിലും അഴുക്കാണ് എന്തായി കഴിഞ്ഞു കഴിഞ്ഞാലും there is no need of that. ഇവർക്കൊക്കെ ആവശ്യത്തിനുള്ള ബഹുമാനം കൊടുത്താൽ മതിയല്ലോ. ഏറ്റവും കൂടുതൽ ബഹുമാനം കൊടുക്കേണ്ട അവനവനല്ലേ? സെൽഫ് റെസ്പെക്ട് അല്ലേ ഏറ്റവും ആദ്യം വേണ്ടത്? ആ സെൽഫ് റെസ്പെക്റ്റോട് കൂടിയിട്ട് എന്നിട്ട് നിങ്ങളുടെ മനസ്സിൽ താരാരാധനയും വീരാരാധനയും രാഷ്ട്രീയ ആരാധനയും ഉണ്ടെങ്കിൽ ഒരു പരിധിക്കപ്പുറം, ഒരു ഹെൽത്തി ആയ ഒരു പരിധിക്കപ്പുറം നിങ്ങൾ പോവില്ല. ഒരു സിനിമാ നടൻ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ വീട്ടിൽ പോയി മറ്റ് സിനിമാക്കാരെ കാണാനായിട്ട് നിങ്ങൾ തടിച്ചു കൂടില്ല. അവിടെ നിങ്ങളുടെ അഭിമാനം മറന്നിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഔചിത്യവും അവസരവും മറന്നിട്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്യില്ല. സോ പ്ലീസ് സ്റ്റോപ്പ് ഡൂയിങ് ദിസ്. ദെൻ മീഡിയ, ഓൺലൈൻ മീഡിയ, വാട്ട് ഡു ഐ സേ അബൌട്ട് ദം? ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ ശല്യം ഇവർ തന്നെയാണ്. ഞാനും ബ്ലോഗറാണ്, ഞാനും പല പരിപാടിക്കും പോകുന്നുണ്ട്, പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാനൊരിക്കലും ഒരു സാധനത്തിന്റെ ഫ്രണ്ടിലോട്ട് ചാടി ഇറങ്ങി ബഹളം വെച്ച് അലമ്പാക്കി അങ്ങനൊന്നും ഒരിക്കലും ചെയ്യാറില്ല. ആൻഡ് ഐ ഡോണ്ട് നോ, യു ഗൈസ് ടെൽ മീ, ഈസ് ദിസ് ഹെൽത്തി? ഇതിനൊരു തട വേണ്ടേ? ഇത് അവസാനിപ്പിക്കണ്ടേ? നിങ്ങൾ അവസാനിപ്പിക്കണ്ടേ? എന്തിനാണ് ആളുകളോട് ഇത്രയ്ക്ക്? അഗൈൻ ഐ ആം ടെല്ലിങ് യു വിത്ത് ഓൾ റെസ്പെക്ട് ടു മിസ്റ്റർ സലീം കുമാർ, എന്തിനാണ് ആളുകളോട് ഇതിനും മാത്രം, സിനിമാ താരങ്ങളോട് പ്രത്യേകിച്ച് ഇതിനും മാത്രം ആരാധന? എന്തിനാണ് രാഷ്ട്രീയക്കാരോട് അന്ധമായിട്ടുള്ള ആരാധന? നീറ്റ് ചോർന്നാലും CUT ചോർന്നാലും ജിയുടെ പേപ്പറിൽ പ്രശ്നങ്ങൾ വന്നാലും +2 ഇത് പോയി കഴിഞ്ഞാലും എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള കാര്യങ്ങളെ പോലെയല്ല, നാട്ടിലെ കുട്ടികളുടെ ഭാവിയെ തടസ്സത്തിലാക്കുന്ന, ആകെ തുലച്ചു കളയുന്ന കാര്യങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാലും ഗവൺമെന്റിനോട് ചോദ്യം ചോദിക്കാതെ അപ്പോഴും മോദി എന്നും പറഞ്ഞായിട്ട്, അപ്പോൾ അത് മോദിയാണോ ചെയ്തതെന്ന് ചോദിക്കും. നോ, ലൈക്ക് ദ ഗവൺമെന്റ്, ലൈക്ക് ആ ഗവൺമെന്റിനോട് ചോദിക്കാതെ, അത് കേരളത്തിലെ CPM ആയാലും കോൺഗ്രസ് ആയാലും TMC ആയാലും ആരായി കഴിഞ്ഞാലും അവരോട് ചോദിക്കാതെ നേതാക്കളെ പേരും പറഞ്ഞ് നടക്കുന്ന ആളുകളും അവസരവും ഔചിത്യവും ഇല്ലാതെ സിനിമ എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരും have some shame, have some self-respect, have some dignity, have something. Okay, that's all I have to say. Thank you.